പ്രിയമുള്ളവരെ, ഏവർക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്ന് സയൻസിൻ്റെ ക്ലാസ്സാണ്. അറിയാലോ, നമുക്ക് തിങ്കൾ വ്യാഴം ദിവസങ്ങളിലാണ് നമ്മൾ സയൻസിൻ്റെ ക്ലാസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മുടെ സയൻസിനകത്ത് പഠിക്കാൻ പോകുന്നത് SCERT ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ച് ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ച് നമുക്ക് എന്തെല്ലാമാണോ അയണിനെ കുറിച്ച്, ഇരുമ്പിനെ കുറിച്ച് അറിയേണ്ടത്, ആ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ക്ലാസ്സാണ്. അലൂമിനിയവും ഇരുമ്പും, ഈ രണ്ട് നമ്മൾ ഇന്ന് പഠിക്കുകയാണ്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ക്ലാസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വൈറ്റമിനും പഠിച്ചത്. അതേപോലെ മെറ്റൽസിൻ്റെ അയിരുകൾ, ധാതുക്കളൊക്കെ നമ്മൾ അത്തരത്തിൽ പഠിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സീരീസിനകത്തെ ഇന്നെനിക്ക് തോന്നുന്നത് വൈറ്റമിൻ കഴിഞ്ഞ്, ഓറ് കഴിഞ്ഞു, ലോഹനിഷ്കർഷണം കഴിഞ്ഞു, നമ്മളിന്ന് ബ്ലാസ്റ്റ് ഫർണസ് പ്രോസസ്സിലേക്ക് എത്താൻ പോവുകയാണ്. അപ്പോൾ ഇത്രയും ക്ലാസ്സുകളും കൃത്യമായി കാണുക. താഴെ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ആദ്യത്തെ എലമെൻറ്റ്, രണ്ട് എലമെൻറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ക്ലാസ്. ഒന്ന് അയണിനും, രണ്ട് അലുമിനിയത്തിനും. അയൺ എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ പീരിയോഡിക് ടേബിളിലെ സ്ഥാനം 26 26ാമത്തെ എലമെൻ്റ് ആയിട്ടാണ് അയണിനെ നമുക്ക് പീരിയോഡിക് ടേബിളിനകത്ത് കാണാൻ കഴിയുക. പഠിക്കണം, ഇരുമ്പിൻ്റെ അറ്റോമിക സംഖ്യ 26. ഓക്കെ, നമ്മുടെ പീരിയോഡിക് ടേബിളിനകത്ത് എത്ര ബ്ലോക്ക് ഉണ്ട്? 4 ബ്ലോക്ക് എലമെൻറ്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? എസ്, പി, ഡി, എഫ്. ഓക്കെ, അതിൽ ഡി ബ്ലോക്ക് എലമെൻറ്റ്, ഡി ബ്ലോക്കിലാണ് നമുക്ക് ഈ അയണിനെ കാണാൻ കഴിയുന്നത്. അയൺ നമുക്ക് എല്ലാവർക്കും അറിയാം, നല്ല ബലമുള്ള ഒരു ലോഹമാണ്. ബോയിലിംഗ് പോയിൻറ്റും മെൽറ്റിംഗ് പോയിൻറ്റും ഒക്കെ നല്ല കൂടുതലുള്ള ഒരു ലോഹമാണ് ഇരുമ്പ് എന്ന് പറയുന്നത്. ഓക്കെ, പീരിയോഡിക് ടേബിളിൽ ഇരുമ്പിൻ്റെ സ്ഥാനം നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് നമ്പർ 7 കാണാം. പീരീഡ് നമ്പർ 4 നമ്മുടെ ഈ ഒരു ഇരുമ്പ് എന്ന് പറയുന്ന വസ്തു ഉള്ളത്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ഓർത്ത് വയ്ക്കാം. നമ്മൾ ഇരുമ്പെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ സിമ്പൽ എഴുതുന്നത് H എന്നാ, അല്ലേ? അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, H ഹൈഡ്രജൻ ആയതുകൊണ്ടാണ് H കൊടുത്തത്. ഹീലിയം HE, കണ്ടോ, ഹീലിയം. ലിഥിയം Li. ഇരുമ്പെന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന IR എന്നല്ല, ഇരുമ്പ് IRON. അതിൻ്റെ IR അല്ല എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ I അല്ല എടുത്തിട്ടുള്ളത്. I എന്ന് പറഞ്ഞാൽ അയഡിനാണ്. IR എന്ന് പറഞ്ഞാൽ വേറെ ഇറിഡിയം എന്ന് പറഞ്ഞ എലമെൻ്റ് ഉണ്ട്. പക്ഷെ ഇതൊന്നും അല്ലല്ലോ നമ്മൾ കൊടുത്തിരിക്കുന്നത്, Fe എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതെന്താ കാരണം? ഇരുമ്പിൻ്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് ഫെറം എന്നാണ്. യഥാർത്ഥ പേര് ഫെറം എന്നാണ്. ഇനി ഒരു കാര്യം ഓർത്ത് വയ്ക്കേണ്ടത്, ഇരുമ്പിൻ്റെ ശുദ്ധമായ വളരെ പ്യുവറസ്റ്റ് ഫോം ഓഫ് അയൺ എന്ന് പറയുന്നത് പച്ചിരുമ്പാണ്. പച്ചിരുമ്പ് ഏറ്റവും പ്യുവറസ്റ്റ് ആയിട്ടുള്ള ഇരുമ്പിൻ്റെ രൂപം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പച്ചിരുമ്പാണെന്ന് പറയണം. ഇരുമ്പിൻ്റെ അയിരുകൾ, ആയല്ല, വെറും ആയേ ഉള്ള ഇരുമ്പിൻ്റെ അയിരുകൾ, ഓർസ് ഓഫ് അയൺ. ഇരുമ്പിൻ്റെ അയിരുകൾ ഏതെല്ലാമാണ് എന്ന് ചോദിച്ചാൽ കൃത്യമായ ഉത്തരം പറയണം, ഹേമറ്റൈറ്റ്. ഓക്കെ, ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. അടുത്തത് ലെമണൈറ്റ്, സിഡറൈറ്റ്. ഇത്രയുമാണ് ഇരുമ്പിൻ്റെ അയിരുകൾ. ഇരുമ്പിൻ്റെ അയിരുകളുടെ പേര് ചോദിച്ചാൽ ഏറ്റവും പ്രധാനമായി പറയേണ്ട പേര് ഹേമറ്റൈറ്റ് ആണ്. ഓക്കെ, നമ്മൾ വ്യാവസായികമായി ഇരുമ്പിനെ നമുക്ക് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അയിര് ഹേമറ്റൈറ്റ് ആണ്. പക്ഷേ ഇരുമ്പ് ഏറ്റവും കൂടുതലാണെങ്കിൽ അയിര് ഏതെന്ന് ചോദിച്ചാൽ മാഗ്നറ്റൈറ്റ് ആണ്. ഇരുമ്പ് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന അയിരാണ് മാഗ്നറ്റൈറ്റ്. ഈ പോയിന്റ് മറന്നു പോകരുത്. ഇരുമ്പ് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന അയിര് മാഗ്നറ്റൈറ്റ് ആണ്. പക്ഷേ ഇരുമ്പിൻ്റെ വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഹേമറ്റൈറ്റിൽ നിന്നാണ് അതിനെ വേർതിരിക്കുന്നത്, ഇരുമ്പിനെ വേർതിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്തായിരിക്കും? അയിരുകൾ, ധാതുക്കൾ എന്ന് പറഞ്ഞ ക്ലാസ് കണ്ടവർ ഉത്തരം പറയണം. എന്തുകൊണ്ടാണ് നമ്മൾ മാഗ്നറ്റൈറ്റിൽ കൂടുതൽ ഇരുമ്പുണ്ടെങ്കിലും നമ്മൾ ഹേമറ്റൈറ്റിനെ ഇരുമ്പിൻ്റെ വ്യാവസായിക ഉപയോഗത്തിന് വേണ്ടി, അല്ലെങ്കിൽ വ്യാവസായികമായി ഇരുമ്പിനെ വേർതിരിക്കാൻ നമ്മൾ ഹേമറ്റൈറ്റിനെ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം പറയേണ്ടത് നിങ്ങളാണ്. അപ്പോൾ അത് നിങ്ങൾ മറന്നു പോകരുത്. അതിനൊരു കാരണമൊക്കെ നമ്മൾ ഈ അയിരുകൾ, ധാതുക്കൾ എന്ന ക്ലാസ്സിൽ ആവർത്തിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഈ പോയിന്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ ഇരുമ്പ് അടങ്ങിയിട്ടുള്ള ഇരുമ്പിൻ്റെ അയിരിൻ്റെ പേര് ചോദിച്ചാൽ മാഗ്നറ്റൈറ്റ്. ഭൂമിയുടെ അകക്കാമ്പിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ലോഹമാണ് ഇരുമ്പ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ലോഹമാണ് ഇരുമ്പ്. പ്രപഞ്ചം യൂണിവേഴ്സിൽ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ലോഹം ഇരുമ്പാണ്. ഭൂമിയുടെ അകക്കാമ്പിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ലോഹം ഇരുമ്പാണ്. ഏറ്റവും കൂടുതൽ കാർബൺ അടങ്ങുന്ന ഇരുമ്പിൻ്റെ രൂപമാണ് പിഗ് അയൺ.
പിഗ് അയൺ. ശ്രദ്ധിക്കണം, ഇരുമ്പ് തുരുമ്പിക്കാറുണ്ടല്ലേ. എങ്ങനെയാണ് ഇരുമ്പ് തുരുമ്പിക്കുന്നത്? ഇരുമ്പിനെ നമ്മൾ അന്തരീക്ഷ വായുവിൽ തുറന്നു വെച്ചിരുന്നാൽ ഇരുമ്പ് പതുക്കെ പതുക്കെ അന്തരീക്ഷ വായുവിലെ ഓക്സിജനുമായി പ്രവർത്തിക്കും, അന്തരീക്ഷ വായുവിലെ ജലാംശവുമായി പ്രവർത്തിക്കും. ഇരുമ്പ് പതുക്കെ തുരുമ്പിക്കാൻ തുടങ്ങും. അപ്പൊ ഇരുമ്പ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അന്തരീക്ഷ വായുവിലെ ഓക്സിജനുമായുള്ള പ്രവർത്തനം, ഓക്സീകരണം. അന്തരീക്ഷ വായുവിലെ ഓക്സിജനുമായി പ്രവർത്തിച്ച് ജലവുമായി പ്രവർത്തിച്ചാണ് ഇരുമ്പ് തുരുമ്പിക്കുന്നത്. ഓക്കെ, അപ്പോ ഇരുമ്പ് തുരുമ്പിക്കുന്നത്, ആ തുരുമ്പെന്ന് പറയുന്നത് ഒരു പാളി പോലെ ഇരുമ്പിന്റെ പുറത്ത് കാണും, തട്ടിയാൽ തെറിച്ചു പോകും. അപ്പോൾ തുരുമ്പ് എന്താണെന്ന് ചോദിച്ചാൽ പറയണം, അതിനകത്ത് വെള്ളവുമുണ്ട് ഓക്സിജനുമുണ്ട്. ഹൈഡ്രേറ്റഡ് അയൺ ഓക്സൈഡ്. ഹൈഡ്രേറ്റഡ് എന്ന് പറഞ്ഞാൽ വെള്ളം, ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ, അയൺ എന്ന് പറഞ്ഞാൽ ഇരുമ്പ്. ഹൈഡ്രേറ്റഡ് അയൺ ഓക്സൈഡ് ആണ് തുരുമ്പ്. ഹൈഡ്രേറ്റഡ് അയൺ ഓക്സൈഡിനെയാണ് നമ്മൾ തുരുമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇരുമ്പ് തുരുമ്പിക്കാൻ കാരണം എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരമുണ്ട്. അന്തരീക്ഷത്തിലെ ഓക്സിജൻ, ജലം ഇതുമായിട്ട് ഇരുമ്പ് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇരുമ്പ് തുരുമ്പിക്കുന്നത്. ക്ലിയർ ആണ്? ഇനി ഇരുമ്പാണ് ഇതെന്ന് വിചാരിക്കുക, ഇത് ഇരുമ്പാണ്. ഈ ഇരുമ്പ് തുരുമ്പിക്കാതിരിക്കണം, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ പുറത്ത് അന്തരീക്ഷവുമായിട്ടുള്ള കോണ്ടാക്റ്റ് തടയണം. അപ്പം ഇത് ഇരുമ്പാണെങ്കിൽ ഇരുമ്പ് നശിക്കാതിരിക്കണമെങ്കിൽ അന്തരീക്ഷവുമായിട്ട്, അറ്റ്മോസ്ഫിയറുമായിട്ട് ഈ ഒരു കോണ്ടാക്ട് വരരുത്. അതിൻ്റെ പുറത്ത് നമുക്ക് ഇരുമ്പിനേക്കാൾ ആക്റ്റീവായ ഒരു എലമെൻ്റ് കൊണ്ട് അതിൻ്റെ പുറം കവർ ചെയ്യണം. അങ്ങനെ കവർ ചെയ്യാൻ നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന ഒരു എലമെൻ്റാണ് സിങ്ക്. സിങ്ക് ഉപയോഗിച്ച് ഇരുമ്പിനെ കവർ ചെയ്ത് ഇരുമ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിക്ക് ഗാൽവനൈസേഷൻ എന്ന് പറയും. ഗാൽവനൈസേഷൻ എന്നൊക്കെ PSC ചോദിച്ച് മടുത്ത ചോദ്യമാണ്. അത്ര ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. അപ്പോൾ ഇരുമ്പ് തുരുമ്പിക്കാതിരിക്കാൻ സിങ്ക് പൂശുന്ന സിങ്ക്. ഓക്കെ, സിങ്ക് പൂശുന്ന പരിപാടിക്ക് വിളിക്കുന്ന പേരാണ് ഗാൽവനൈസേഷൻ. ക്ലിയർ ആണ്? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കണം. ഇരുമ്പിൻ്റെ അയിരുകളുടെ പേര് പഠിച്ചു. ഇരുമ്പ് ഏറ്റവും കൂടുതലായി അടങ്ങിയിരിക്കുന്ന അയിരാണ് മാഗ്നറ്റൈറ്റ് എന്ന് പറഞ്ഞു. ഏറ്റവും ശുദ്ധമായ ഇരുമ്പിൻ്റെ രൂപമാണ് പച്ചിരുമ്പെന്ന് പറഞ്ഞു. ഭൂമിയുടെ അകക്കാമ്പിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഏതാണ്? ഇരുമ്പാണ്. ലോഹം ചോദിക്കുകയാണെങ്കിൽ ഇരുമ്പെന്ന് പറയാവൂ. പ്രപഞ്ചത്തിലെ ഏറ്റവും കൂടുതലുള്ള ലോഹമാണ് ഇരുമ്പ്. പ്രപഞ്ചത്തിലെ ഏറ്റവും കൂടുതലുള്ള മൂലകം ചോദിച്ചാൽ ഹൈഡ്രജൻ എന്ന് പറയണം. പ്രപഞ്ചത്തിലെ ഏറ്റവും കൂടുതലുള്ള ലോഹം ചോദിച്ചാൽ ഇരുമ്പെന്ന് പറയണം. ഹൈഡ്രജൻ ഒരു ലോഹമല്ല, അലോഹമാണ്. അപ്പം പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ലോഹം എന്നാണ് ചോദ്യമെങ്കിൽ ഉത്തരം ഇരുമ്പ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം എന്നാണ് ചോദ്യമെങ്കിൽ ഹൈഡ്രജൻ. എല്ലാവരും ആൻസർ പറയണം. ഞാനൊരു കാര്യം ചോദിക്കുകയാണ്, നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടോ? കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ഇനി ഇരുമ്പിൻ്റെ ഒരു ധാതുവിനെ നമ്മൾ വിഡ്ഢികളുടെ സ്വർണം എന്ന് പറയും. വിഡ്ഢികളുടെ സ്വർണം എന്ന് പറയുന്നത് ആരെയാണ് എന്ന് PSC ചോദിച്ചാൽ പറയണം, അയൺ പൈററ്റിസ്. അയൺ പൈററ്റിസ് എന്നൊരു സാധനമുണ്ട്, പൈററ്റിസ്. ഓക്കെ, അല്ലെങ്കിൽ പൈറൈറ്റിസ്. ഇതാണ് വിഡ്ഢികളുടെ സ്വർണം. എന്തുകൊണ്ടാണ് അതിന് വിഡ്ഢികളുടെ സ്വർണം എന്ന് പറയാൻ കാരണം? അയൺ പൈററ്റിസിനൊരു ഒരു മങ്ങിയ മഞ്ഞ കലർന്ന സ്വർണത്തെ അനുസ്മരിപ്പിക്കുന്ന ഒരു കളറാണ് അയൺ പൈററ്റിസിനുള്ളത്, എന്നാൽ സ്വർണ്ണം അല്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാരണം. ഇനി നമ്മൾ അമോണിയ എന്ന് പറഞ്ഞ ഒരു വാതകം ഉണ്ടല്ലോ, അമോണിയ വ്യാവസായികമായി ഏറ്റവും കൂടുതലായി നിർമ്മിക്കുന്ന ഒരു വസ്തുവാണ്. ജലത്തിൽ ഏറ്റവും കൂടുതലായി ലയിക്കുന്ന ഒരു സംയുക്തം കൂടിയാണ് അമോണിയ എന്ന് പറയുന്നത്. ഈ അമോണിയ വ്യാവസായികമായി നിർമ്മിക്കുന്നത് എന്തിനാണ്? രാസവളങ്ങളുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ്. ഈ അമോണിയ നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഭവത്തിൻ്റെ പേരാണ്, ഒരു ഉൽപ്രേരകമാണ് സ്പോഞ്ചി അയൺ. ഇരുമ്പ് സ്പോഞ്ചി അയൺ, സ്പോഞ്ച് രൂപത്തിലുള്ള സ്പോഞ്ചി ആയിട്ടുള്ള അയണിനെ ഉപയോഗിക്കും. ക്ലിയർ ആണ്? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കണം. വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്നത് അയൺ പൈററ്റിസ് ആണ്. അതിൻ്റെ മങ്ങിയ നിറത്തിലുള്ള മഞ്ഞ നിറം സ്വർണത്തെ അനുസ്മരിപ്പിക്കുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെ വിഡ്ഢികളുടെ സ്വർണം എന്ന് പറയുന്നത്. അമോണിയയുടെ നിർമ്മാണത്തിൽ ഇരുമ്പ് എന്ന് പറയുന്നത് സ്പോഞ്ചി അയൺ ഒരു ഉൽപ്രേരകമാണ്. അപ്പോൾ നമ്മൾ ഇരുമ്പിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. SCERT ടെക്സ്റ്റ് ബുക്കിലെ 10ാം ക്ലാസ്സിൽ 6ാമത്തെ ചാപ്റ്ററാണ് പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽ. ആ നോട്ട് അതേപോലെ കോപ്പി ചെയ്തുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സിനകത്ത് പഠിക്കാൻ പോകുന്നത്. ഇത്രയും നേരം നമുക്ക് PSCയുടെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടുള്ള കുറേ ചോദ്യങ്ങൾ കിട്ടി. ഇനി നമ്മൾ കുറച്ച് ഗൗരവമായ കാര്യങ്ങൾ, സാധാരണ SCERT ടെക്സ്റ്റ് ബുക്ക് പഠിക്കാതെ പോകുന്ന കുട്ടികൾക്ക് എഴുതാൻ കഴിയാത്ത കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അതായത് ടെക്സ്റ്റ് ബുക്ക് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഇരുമ്പിൻ്റെ നിർമ്മാണം നമുക്കറിയാം.
ഭൂവൽക്കം, നമ്മൾ ചവിട്ടി നിൽക്കുന്ന മണ്ണിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ലോഹമാണ് അലുമിനിയം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ലോഹമാണ് അലുമിനിയം. ഭൂവൽക്കത്തിൽ ഇരുമ്പ് ഏകദേശം 5%. ഭൂവൽക്കം എന്ന് പറഞ്ഞാൽ നമ്മൾ ചവിട്ടി നിൽക്കുന്ന മണ്ണ്. ഭൂമിയുടെ അകക്കാമ്പിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പാണ്. ഭൂമിയുടെ അകക്കാമ്പിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പാണ്. നമ്മൾ ചവിട്ടി നിൽക്കുന്ന മണ്ണാണ് ഭൂവൽക്കം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ അലുമിനിയമാണ്. ചോദ്യങ്ങളൊക്കെ വ്യക്തമായി പഠിക്കണം. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഹൈഡ്രജനാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഓക്സിജൻ എന്ന് പറയുന്ന മൂലകമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഭൂവൽക്കത്തിൽ ഏകദേശം 5% ഇരുമ്പുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ചവിട്ടി നിൽക്കുന്ന മേൽ മണ്ണുണ്ടല്ലോ, അവിടെ 5% ഇരുമ്പുണ്ട്. ലഭ്യതകളിൽ നമുക്ക് ഈസിലി അവൈലബിൾ, ഒരു സാധനം ഭൂമിയിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കത് ലഭിക്കണമല്ലോ. ലഭ്യത വെച്ച് നോക്കുമ്പോൾ ഇരുമ്പ് നമുക്ക് ലഭിക്കാനുള്ള സാധ്യത 2ആണ്. ലഭ്യതകളിൽ ലോഹങ്ങളിൽ 2ാം സ്ഥാനം ഇരുമ്പിനാണ്. ലഭ്യതകളിൽ ഇത് ടെക്സ്റ്റ് ബുക്കിലെ വേർഡുകളാണ്, ടെക്സ്റ്റ് ബുക്കിലെ സെൻറ്റൻസുകളാണ്, കൃത്യമായിട്ട് പഠിക്കണം. ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മൾ ഇരുമ്പ് നിർമ്മിക്കുന്നത്. പരീക്ഷയിൽ ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ്. ബ്ലാസ്റ്റ് ഫർണസ് എന്ന പ്രക്രിയയിലൂടെയാണ് നമ്മൾ ഇരുമ്പ് നിർമ്മിക്കുന്നത്. ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലാസ്റ്റ് ഫർണസ് ഇരുമ്പിൻ്റെ നിർമ്മാണങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സംവിധാനം. ഇരുമ്പ് കണ്ടോ, ഇതിനകത്ത് ഒരു റെഡ് കളറാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? എന്താണ് ഈ റെഡ് കളർ കൊടുക്കാൻ കാരണം? ഭയങ്കര ചൂട്. അതിനകത്ത് ഭയങ്കര ചൂടാണ്. ഇത് ഏകദേശം ഒരു 25 മുതൽ 30 മീറ്റർ ഉയരമുള്ള ഒരു ഫർണസാണ്, ഒരു ചൂളയാണ്. ഇതിനകത്ത് നമ്മൾ ഇത്രയും സാധനങ്ങളാണ് ഇട്ട് കൊടുക്കുന്നത്. അയിര്, നമുക്ക് ഏത് അയിരാണോ വേണ്ടത് ആ അയിരിട്ട് കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു ഹേമറ്റൈറ്റ് ആണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഹേമറ്റൈറ്റ് എന്ന് പറയുന്ന അയിരിനെ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കും. അതിനോടൊപ്പം കോക്ക് ഇട്ട് കൊടുക്കും. അതിനകത്ത് കാൽഷ്യം കാർബണേറ്റ് ഇട്ട് കൊടുക്കും. ഇത് 3ഉം ചേർന്നാണ് നമ്മൾ ഇതിനകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ 3 വസ്തുവിനെയും ചേർത്ത് നമ്മൾ പറയുന്ന പേരാണ് ചാർജ്. ചാർജ് എന്ന് പറയും. ചാർജ് എന്ന് പറയുന്ന ഒരു വസ്തുവിനെ നമ്മൾ ഇതിനകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ബ്ലാസ്റ്റ് ഫർണസിനകത്തേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 3 വസ്തുക്കളുടെ മിശ്രിതമാണ്. അതിലൊന്ന് ഹേമറ്റൈറ്റ്, 2 കോക്ക്, 3 കാൽസ്യം കാർബണേറ്റ്. എന്നിട്ട് ഇവിടെ നിന്ന് കണ്ടോ, ചൂടുള്ള വായുപ്രവാഹം ഇവിടെ നിന്ന് കൊടുക്കും. ഇവിടെ നിന്നും ചൂടുള്ള വായുപ്രവാഹം കൊടുക്കും. അപ്പോൾ അതിനകത്ത് നല്ല ചൂട് വരും. അപ്പോൾ ഇവർ 3 പേരും പ്രവർത്തിക്കാൻ തുടങ്ങും. ഇവരെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയാമോ? ഇവരെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ ബ്ലാസ്റ്റ് ഫർണസിൻ്റെ ചിത്രം നമ്മുടെ ഉള്ളിൽ വേണം കേട്ടോ. നമ്മുടെ മനസ്സിനകത്ത് ബ്ലാസ്റ്റ് ഫർണസിൻ്റെ ചിത്രം വേണം. ഇനി ആദ്യം അപ്പം ഇതിൻ്റെ ബ്ലാസ്റ്റ് ഫർണസ് എന്താണ് എന്നൊക്കെ നമ്മൾ ഇതിനകത്ത് ആദ്യമേ പറയുന്നുണ്ട്. ബ്ലാസ്റ്റ് ഫർണസ് ഒരു 20 മുതൽ 30 മീറ്റർ ഉയരമുള്ള ഒരു ടവർ കണക്കിരിക്കുന്ന ഒരു സംഭവമാണ്. ഇതിനകത്ത് ഇഷ്ടികകൾ വെച്ച്, റിഫ്രാക്ടറി ബ്രിക്സ് എന്നാണ് പറയുക, ഇഷ്ടിക വെച്ച് ആവരണം ചെയ്ത ഒരു ഫർണസാണ്. ഇതിനകത്ത് കാൽഷ്യം കാർബണേറ്റ്, കോക്ക്, ഇതെല്ലാം അയിര്, ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ്. ചുണ്ണാമ്പുകല്ലാണ് കാൽഷ്യം കാർബണേറ്റ്. ഇതെല്ലാം കൂടെ ചേർത്ത് ഇതിനെ ചാർജ് എന്ന് വിളിക്കുന്നു. അതെല്ലാം നമ്മൾ പറഞ്ഞു, ഈ പോയിന്റ് പറഞ്ഞു. ഇനി ആ ഫർണസിൻ്റെ താഴെ നിന്നും വായുപ്രവാഹം കൊടുക്കുന്നു എന്ന് പറഞ്ഞു. ഫർണസിൻ്റെ ആ വായു മുകളിലേക്ക് വരുന്നതിനനുസരിച്ച് അവിടെ രാസപ്രവർത്തനം നടക്കും. ഇതെല്ലാം നമ്മൾ ആ പടം കണ്ടിട്ട് സാറ് പറഞ്ഞു. ഇനി ഇതിനകത്ത് എങ്ങനെയാണ് പ്രവർത്തനം നടക്കുക? നമ്മൾ 3 സാധനങ്ങളാണ് ചാർജിനകത്തുള്ളത്. അയിരുണ്ട്, ചുണ്ണാമ്പ് കല്ലുണ്ട്, കോക്കുണ്ട്. ആദ്യം പ്രവർത്തിക്കുന്നത് കോക്കാണ്. കോക്കിനാണ് ആദ്യം പ്രവർത്തനം നടക്കുന്നത്. കോക്കിന് എങ്ങനെയാണ് പ്രവർത്തനം നടക്കുന്നത്? കോക്ക് ആദ്യം ഈ ചൂടുള്ള വായു ഈ ഫർണസിൻ്റെ താഴെ നിന്ന് വരെയല്ലേ, ആ ഓക്സിജനുമായി പ്രവർത്തിച്ച് കാർബൺ ഡൈ ഓക്സൈഡായി മാറും. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായത് മനസ്സിലായല്ലോ അല്ലേ? ഈ കാർബൺ ഡൈ ഓക്സൈഡ് വീണ്ടും കോക്കുമായി പ്രവർത്തിച്ച് കാർബൺ മോണോക്സൈഡായി മാറും. ഓക്കെ, ഇത് രണ്ടും ആദ്യം ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമ്മൾ ഈ ബ്ലാസ്റ്റ് ഫർണസിനകത്തേക്ക് ഇട്ടുകൊടുത്ത കോക്ക് ഓക്സിജനുമായി പ്രവർത്തിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. ആ കാർബൺ ഡൈ ഓക്സൈഡ് വീണ്ടും കോക്കുമായി പ്രവർത്തിച്ച് കാർബൺ മോണോക്സൈഡായി മാറുന്നു. ഈ കാർബൺ മോണോക്സൈഡ് നേരെ അയിരിൽ പോയിട്ട്, അയിരാരാണ്? അയൺ ഓക്സൈഡ് ആണല്ലേ, ഹേമറ്റൈറ്റ് ആണ്, Fe2O3. ഈ കാർബൺ മോണോക്സൈഡ് ഇതിനകത്ത് പോയി, ഈ ഹേമറ്റൈറ്റിനകത്ത് പോയി ഓക്സിജനെ എടുത്തുകൊണ്ട് പോകുന്നു, കാർബൺ മോണോക്സൈഡ്. ഈ കാർബൺ മോണോക്സൈഡിൻ്റെ ജോലി ഹേമറ്റൈറ്റ് എന്ന് പറയുന്ന വസ്തുവിനകത്തുള്ള ഓക്സിജനെ റിമൂവ് ചെയ്യുക. ഓക്സിജനെ റിമൂവ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേരാണ്
നിരോക്സീകാരി. എൻ്റെ പൊന്നു പിള്ളേരെ പഠിച്ചോണം, നല്ല പോലെ പഠിച്ചോണം. നിരോക്സീകാരി ആര്? ഇരുമ്പിൻ്റെ നിർമ്മാണത്തിലെ നിരോക്സീകാരി ആര്? ഉത്തരം കാർബൺ മോണോക്സൈഡ്. ഇത് കാണാതെയും പഠിക്കാം, മനസ്സിലാക്കിയും പഠിക്കാം. നിങ്ങൾ ഈ സ്ലൈഡിൽ നിന്ന് ഒന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ബ്ലാസ്റ്റ് ഫർണസ് പ്രക്രിയയിലെ നിരോക്സീകാരി ആരെന്ന് ചോദിച്ചാൽ കാർബൺ മോണോക്സൈഡ് എന്ന് പറയണം. എന്താണ് നിരോക്സീകാരി? ഹേമറ്റൈറ്റിനകത്തിരിക്കുന്ന ഓക്സിജനെ മാറ്റിയാലേ നമുക്കതിനകത്ത് നിന്ന് ഇരുമ്പ് കിട്ടുള്ളൂ. അപ്പം ഹേമറ്റൈറ്റിനകത്തിരിക്കുന്ന ഓക്സിജനെ നീക്കം ചെയ്യുന്ന ആളാണ് കാർബൺ മോണോക്സൈഡ്. ബ്ലാസ്റ്റ് ഫർണസ് പ്രക്രിയയിലെ നിരോക്സീകാരി കാർബൺ മോണോക്സൈഡ്. ക്ലിയർ ആയോ? മനസ്സിലായോ? നല്ലൊരു ചോദ്യം പഠിച്ചേ. ബ്ലാസ്റ്റ് ഫർണസ് 10ാം ക്ലാസ്സിലെ പിള്ളേർ പഠിക്കുന്നത് പോലെ നമ്മൾ പഠിച്ചു വെക്കണം. എന്തുകൊണ്ടാണ്? ഏത് മേഖലയിൽ നിന്ന് ചോദ്യം വന്നാലും ഈ ക്ലാസ് ഫോളോ ചെയ്യണതിന് കിട്ടണം. ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമുക്കിനി അങ്ങോട്ട് പറയാം. ഞാൻ വളരെ പ്രധാനപ്പെട്ട, ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ആയിട്ട് ഒരു കാര്യം പറയും ഈ ക്ലാസ്സിനിടയിൽ. അത് നിങ്ങൾ അനുസരിച്ചേ പറ്റുള്ളൂ. ഞാൻ ഇടയ്ക്ക് പറയാം കുറച്ച്. ഇതൊന്ന് തീർന്നതിന് ശേഷം പറയാം. നോക്കൂ, നമ്മൾ ഈ ഹേമറ്റൈറ്റ് എന്ന് പറയുന്നതിനകത്താണ് ഇരുമ്പിരിക്കുന്നത്. ഈ ഹേമറ്റൈറ്റ് നമ്മൾ പരമാവധി ശുദ്ധീകരിച്ചാണ് ബ്ലാസ്റ്റ് ഫർണസിനകത്തേക്ക് തട്ടിക്കൊടുക്കുന്നത്. എങ്കിൽ കൂടിയും അതിനകത്തൊരു മാലിന്യം ഇരിപ്പുണ്ട്. അവൻ്റെ പേരാണ് സിലിക്ക. ഈ മാലിന്യം. അപ്പോൾ ഹേമറ്റൈറ്റിനകത്തൊരു അഴുക്കിരിപ്പുണ്ട്. ഹേമറ്റൈറ്റിനകത്തിരിക്കുന്ന അഴുക്കിനെ നമ്മൾ ഗ്യാങ് എന്നാണ് പറയുക. ഗ്യാങ് എന്ന് പറഞ്ഞാൽ ഒരു അയിരിനകത്ത് കാണപ്പെടുന്ന അപദ്രവ്യം, ഇമ്പ്യൂരിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്യാങ്. അപ്പോൾ ഹേമറ്റൈറ്റിലെ ഗ്യാങ് ആരാണ്? സിലിക്കയാണ്. സിലിക്ക. ഈ സിലിക്കയ്ക്ക് എന്ത് സ്വഭാവമാണുള്ളത്? ആസിഡിൻ്റെ സ്വഭാവം. ആസിഡിനെ മാറ്റണമെങ്കിൽ എന്ത് വേണം? ബേസ് വേണം. ആസിഡിനെ മാറ്റണമെങ്കിൽ എന്ത് വേണം? ബേസ് വേണം. അങ്ങനെ ഒരു ആസിഡായ ഒരു അഴുക്കാണ് ഹേമറ്റൈറ്റിലുള്ളത്. ഹേമറ്റൈറ്റിനകത്തിരിക്കുന്ന അഴുക്കിനെ ഗ്യാങ് എന്ന് പറയും. ആ ഗ്യാങ്ങിനെ നീക്കം ചെയ്യണമെങ്കിൽ ഗ്യാങ്ങിൻ്റെ സ്വഭാവം നോക്കണം. ഗ്യാങ് ആസിഡ് ആയതുകൊണ്ട് അവനെ നീക്കം ചെയ്യാൻ നമ്മൾക്കൊരു ബേസിനെ ആഡ് ചെയ്യണം. അതായത് ഒരു അയിരിൽ നിന്നും അഴുക്കിനെ മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്ലക്സ് എന്ന് പറയും. ഫ്ലക്സ്. അപ്പോൾ ഹേമറ്റൈറ്റിനകത്തിരിക്കുന്ന അഴുക്ക് ആസിഡ് ആയതുകൊണ്ട് നമ്മളിവിടെ ഉപയോഗിക്കേണ്ട ഫ്ലക്സ് എന്ന് പറയുന്നത് ബേസ് ആയിരിക്കണം. അതുകൊണ്ടാണ് ഈ പോയിൻ്റാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ അത് ഓർത്ത് വയ്ക്കണം. ഒരു അയിരിനകത്തിരിക്കുന്ന അഴുക്ക് അഥവാ ഗ്യാങ് ആസിഡ് ആയതുകൊണ്ട് ബേസിക് ആയ ഒരു സാധനത്തെ മാത്രമേ നമുക്കിവിടെ ഫ്ലക്സ് ആയി ഉപയോഗിക്കാൻ കഴിയൂ. അങ്ങനെ നമ്മൾ ഒരു ബേസിക് ആയ ഒരു സാധനത്തെ ഇതിനകത്തേക്ക് ചേർത്തിട്ടുണ്ട്, ബ്ലാസ്റ്റ് ഫർണസിനകത്തേക്ക് തട്ടിയിട്ടുണ്ട്. അവൻ്റെ പേരാണ് കാൽഷ്യം കാർബണേറ്റ്. കാൽഷ്യം കാർബണേറ്റ് ചൂടടിക്കുമ്പോൾ കാൽഷ്യം ഓക്സൈഡായി മാറും. ഈ കാൽഷ്യം ഓക്സൈഡ് ഹേമറ്റൈറ്റിനകത്ത് പോയി അഴുക്കുമായി പ്രവർത്തിച്ച് സ്ലാഗ് ആയി മാറും. അതായത് ഗ്യാങ്ങും ഫ്ലക്സും ചേർന്നിട്ടാണ് സ്ലാഗ് ആകുന്നത്. ആ സ്ലാഗ് നമുക്ക് എന്താണെന്ന് നോക്കാം. നോക്കൂ, അടുത്ത സ്ലൈഡിലേക്ക് വരാം. ശ്രദ്ധിക്കണം. കാൽഷ്യം കാർബണേറ്റിനെ നമ്മൾ ആദ്യമേ ബ്ലാസ്റ്റ് ഫർണസിനകത്ത് ചേർത്തല്ലോ. ആ ബ്ലാസ്റ്റ് ഫർണസിനകത്ത് ചേർത്ത ചുണ്ണാമ്പ് കല്ല് ചൂടടിക്കുമ്പോൾ അത് നീറ്റുകക്കയായി മാറും, കാൽഷ്യം ഓക്സൈഡായി മാറും. ഈ കാൽഷ്യം ഓക്സൈഡ് ഹേമറ്റൈറ്റിനകത്തേക്ക് പോയിട്ട് അഴുക്കുകളുമായി പ്രവർത്തിക്കും. ആ അഴുക്കുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്യാങ് എന്ന് പറയും. കാൽഷ്യം ഓക്സൈഡ് എന്താണ്? ഫ്ലക്സ് ആണ്. ഇവർ രണ്ടുപേരും കൂടെ പ്രവർത്തിച്ച് സ്ലാഗ് എന്ന് പറയുന്ന കാൽഷ്യം സിലിക്കേറ്റ് ഫോം ചെയ്യും. കാൽഷ്യം സിലിക്കേറ്റ്. അടിപൊളി. അപ്പോൾ അയിരിനകത്തുനിന്ന് ഓക്സിജനെ ആര് റിമൂവ് ചെയ്തു? കാർബൺ മോണോക്സൈഡ് റിമൂവ് ചെയ്തു അല്ലേ? അയിരിനകത്തിരുന്ന ഓക്സിജനെ ആര് റിമൂവ് ചെയ്തു? അയിരിനകത്ത് ഓക്സിജൻ ഉണ്ടായിരുന്നല്ലോ അല്ലേ? ആ ഓക്സിജനെ ആര് റിമൂവ് ചെയ്തു? കാർബൺ മോണോക്സൈഡ്. അതുകൊണ്ട് കാർബൺ മോണോക്സൈഡിനെ എന്ത് വിളിക്കും? നിരോക്സീകാരി. ഈ അയിരിനകത്തുണ്ടായിരുന്ന ഗ്യാങ്ങിനെ ആര് റിമൂവ് ചെയ്തു? കാൽഷ്യം ഓക്സൈഡ് റിമൂവ് ചെയ്തു. അതുകൊണ്ട് യവനെ എന്ത് പറയും? യവൻ ഫ്ലക്സ്. യവൻ ഗ്യാങ് ആരായിരുന്നു? സിലിക്ക, SiO2. ഇവർ രണ്ടിനും കൂടെ ചേർന്ന് എന്തായി മാറി? സ്ലാഗായി മാറി. അങ്ങനെ നമ്മുടെ അയിര് കുട്ടപ്പനായി. അപ്പോൾ അഴുക്കെല്ലാം പോയിട്ടുണ്ട്. ഇനി നമ്മൾ ബ്ലാസ്റ്റ് ഫർണസ് ഒന്ന് പരിശോധിച്ചാൽ ആ ബ്ലാസ്റ്റ് ഫർണസിനകത്ത് ഇങ്ങനെയാണല്ലോ നമ്മുടെ ബ്ലാസ്റ്റ് ഫർണസ് ഇരിക്കുന്നത്.
ബ്ലാസ്റ്റ് ഫർണസിനകത്ത് താഴെ ഇരുമ്പ്, ഇവിടെ അത്രയും ഇരുമ്പായിരിക്കും. എല്ലാവരും പ്രവർത്തിച്ച് കഴിഞ്ഞു. കോക്ക്, ചുണ്ണാമ്പ് കല്ല്, ഹേമറ്റൈറ്റ് എല്ലാവരും പ്രവർത്തിച്ച് കഴിഞ്ഞു. ഇതിൻ്റെ മുകളിലോ സ്ലാഗ് കണ്ടോ, സ്ലാഗ്. ഈ സ്ലാഗിനെ നമുക്ക് സിമെൻറ്റിൻ്റെ നിർമ്മാണത്തിനും അതേപോലെ തന്നെ മറ്റ് എന്താ പറയുക റോഡ് ടാർ ചെയ്യാനും ഒക്കെ നമുക്ക് ഈ സ്ലാഗിനെ ഉപയോഗിക്കാം. ഇവിടെ 2 പൈപ്പ് കാണും. നമ്മൾ ആ ബ്ലാസ്റ്റ് ഫർണസിൻ്റെ ചിത്രം നോക്കിയാൽ കാണാൻ പറ്റും. ഈ പൈപ്പ് തുറന്നാൽ നമുക്കിവിടെ നിന്ന് ഇരുമ്പ് കിട്ടും. ഇരുമ്പ് തീരുമ്പോഴത്തേക്ക് അടുത്ത പൈപ്പ് തുറക്കുമ്പോഴത്തേക്ക് നമുക്ക് സ്ലാഗ് കിട്ടും. ഇനി ഓർത്ത് വയ്ക്കേണ്ടത്, ബ്ലാസ്റ്റ് ഫർണസിനകത്ത് നിന്ന് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, നമുക്ക് എന്ത് കിട്ടി ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഉരുകിയ സ്ലാഗിന് സാന്ദ്രത കുറവായതുകൊണ്ട്, സ്ലാഗിന് വെയിറ്റ് കുറവായതുകൊണ്ട് ബ്ലാസ്റ്റ് ഫർണസിൻ്റെ മുകളിലും ഇരുമ്പിന് സാന്ദ്രത കൂടുതലായതുകൊണ്ട് താഴെയുമായിരിക്കും. ഈ സ്ലാഗ് ഉപയോഗിച്ച് സിമൻറ്റ്, റോഡ് ഇതിൻ്റെയൊക്കെ നിർമ്മാണത്തിന് വേണ്ടി നമ്മൾ കീലെന്ന് പറയാറില്ലേ, സാധാരണ റോഡ് ടാർ ചെയ്യുന്ന സാധനം ബ്ലാക്ക് ആയിട്ട് ഉപയോഗിക്കും സ്ലാഗിനെ. നമുക്ക് ഈ ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് നമ്മൾ പുറത്തെടുക്കുന്ന ഇരുമ്പ് പരിശോധിച്ചാൽ അതിനകത്ത് 4% കാർബൺ കാണും. പിന്നെ കുറച്ച് മാലിന്യങ്ങളായ മാംഗനീസ്, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, ഇതെല്ലാം നമുക്ക് ഈ ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് കിട്ടുന്ന ഇരുമ്പിനകത്ത് 4% കാർബൺ ഉണ്ട്. ഏറ്റവും കൂടുതൽ കാർബൺ അടങ്ങുന്ന ഒരു രൂപമാണ് നമുക്ക് ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് കിട്ടുന്നത്. ഈ ഇരുമ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പിഗ് അയൺ, കാരിരുമ്പ്. പച്ചിരുമ്പ്, കാരിരുമ്പിൻ്റെ പ്രത്യേകത, ദ അയൺ ഒബ്ടൈൻഡ് ഫ്രം ബ്ലാസ്റ്റ് ഫർണസ് ഹാസ് 4% carbon and traces of manganese, sulfur, phosphorus, etc. So this iron is called pig iron. ഇതിനെ നമ്മൾ പിഗ് അയൺ എന്ന് വിളിക്കും. ഇനി ഇതിലെ അപദ്രവ്യത്തിൻ്റെ ശതമാനം കുറച്ചുകൊണ്ട് വന്നാൽ ലഭിക്കുന്ന ഇരുമ്പിനെ ഇഷ്ടമുള്ള രീതിയിൽ വാർത്തെടുക്കാം. നമുക്കിത് അപദ്രവ്യം, ഇതിനകത്തുള്ള അഴുക്കൊക്കെ ഒന്ന് കുറയ്ക്കാൻ നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് അതിനെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് അതിനെ ഒരു രൂപം ആക്കി വെക്കാൻ പറ്റും. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് കാസ്റ്റ് അയൺ എന്ന് പറയും, വാർപ്പിരുമ്പെന്ന് പറയും. ഇതിനകത്ത് 2% അപ്രോക്സിമേറ്റ് 2%, കുറച്ചുകൂടെ കൂടിയാലും കുഴപ്പമൊന്നുമില്ല, അത്രയും ഇരുമ്പാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. അപ്പം കാസ്റ്റ് അയണും പിഗ് അയണും എന്താണെന്ന് മനസ്സിലായി. ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് കിട്ടുന്ന ഇരുമ്പിനകത്ത് 4% കാർബൺ ഉണ്ട്. അതിനകത്തുള്ള മാലിന്യങ്ങളെ കുറേയൊക്കെ നീക്കം ചെയ്താൽ അത് കാസ്റ്റ് അയണായിട്ട് അറിയപ്പെടും. ഇനി ഏറ്റവും ശുദ്ധമായി, അതായത് നമുക്ക് ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് കിട്ടുന്ന ഇരുമ്പിനകത്തുള്ള കാർബൺ പരമാവധി നമ്മൾ നീക്കം ചെയ്ത് ഒരു 2% താഴെ കൊണ്ടുവന്നാൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് പച്ചിരുമ്പെന്ന് പറയും. നല്ല ശുദ്ധമായ ഇരുമ്പിനെയാണ് പച്ചിരുമ്പെന്ന് പറയുക. റോട്ട് അയൺ എന്ന് ഇംഗ്ലീഷിൽ പറയും. W ആണ് കേട്ടോ, റോട്ട് അയൺ എന്ന് പറയും. ഇനി നമുക്ക് ഇത്രയാണ്. അപ്പോൾ ഇരുമ്പ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇരുമ്പിനകത്ത് 3 കാര്യങ്ങൾ ഓർമ്മിക്കണം. പിഗ് അയൺ എന്താണ്, കാസ്റ്റ് അയൺ എന്താണ്, റോട്ട് അയൺ എന്താണ്. എല്ലാം PSCക്ക് ചോദ്യങ്ങളെല്ലാം അറിയാം കേട്ടോ. PSCക്ക് അറിയാം. ബ്ലാസ്റ്റ് ഫർണസ് എന്താണെന്ന് PSCക്ക് അറിയാം. ബ്ലാസ്റ്റ് ഫർണസിനകത്ത് നിരോക്സികാരിയുടെ ചോദ്യം PSCക്ക് അറിയാം. ബ്ലാസ്റ്റ് ഫർണസിനകത്ത് ഗ്യാങ്, ഫ്ലക്സ്, സ്ലാഗ്, ഈ 3 ചോദ്യങ്ങളും PSCക്ക് അറിയാം. ബ്ലാസ്റ്റ് ഫർണസിനകത്തെ പിന്നെ ഗ്യാങ് ആയിട്ട് ഉപയോഗിക്കുന്ന ആരെയാണെന്നുള്ള പേര് തന്നെ ചോദിക്കും. സിലിക്കയുടെ ഫോമിൽ ചോദിക്കും. SiO2 ഇതെല്ലാം PSC ചോദിക്കും. മനസ്സിലാവുന്നുണ്ടോ? പഴുതടച്ചുള്ള പഠനം, അതാണ് നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു ഡൗട്ടും ഇല്ലാതെ ക്രിസ്റ്റൽ ക്ലിയർ എന്നൊക്കെ പറയുന്നില്ല, ആ ലെവലിൽ നമ്മൾ പഠിച്ചെടുക്കണം. നമുക്കൊരു ഡൗട്ട് വരാൻ പാടില്ല. നമ്മൾ സയൻസ് പഠിക്കുമ്പം സയൻസാണ് ആർക്കും പിടികൊടുക്കാത്തൊരു വിഷയം. പക്ഷേ ഈ ക്ലാസ് ഫോളോ ചെയ്യുന്ന ആളിന് അവർ പറയും എൻ്റെ സയൻസ് സ്ട്രോങ് ആണ്. നമ്മൾ മാത്സ് തുടങ്ങാൻ പോവുക, മാത്സ് സ്ട്രോങ് ആണ്. ഈ സയൻസും മാത്സും സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾക്ക് PSC കിട്ടുമോ? നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. എൻ്റെ പൊന്നു പിള്ളേരെ, നിങ്ങളിത് കൃത്യമായി പഠിച്ചെടുക്കുക. നിങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് നിങ്ങൾ പഠിക്കാത്തത് എന്ന പരാതി ഇവിടെ അവസാനിക്കും. വളരെ കുറച്ച് ക്ലാസ് കൊണ്ട് നന്നായിട്ട് നമുക്ക് സയൻസിനെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാം. ഓക്കെ, റെഡിയല്ലേ? ഓക്കെ ആണോ? നിങ്ങൾ പറ, ഈ ക്ലാസ് നിങ്ങൾക്ക് തുടരണോ വേണ്ടേ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അഭിപ്രായം പറയാം. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് സ്റ്റീലിനെ കുറിച്ചാണ്. സ്റ്റീൽ എന്ന് പറഞ്ഞാൽ ഇരുമ്പിനകത്ത് കാർബൺ ചേർത്താണ് നമ്മൾ സ്റ്റീൽ ഉണ്ടാക്കുന്നത്. ഇരുമ്പിനകത്ത് കാർബൺ ചേർത്ത്, ഇരുമ്പിനകത്ത് ഒരു 0.05 മുതൽ 0.2 വരെയാണ് നമ്മൾ കാർബൺ ചേർക്കുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് മൈൽഡ് സ്റ്റീൽ എന്ന് പറയും. വളരെ ഇമ്പോർട്ടൻ്റ്,
മൈൽഡ് സ്റ്റീലിനകത്തെ കാർബണിൻ്റെ പെർസെൻറ്റേജ് ആണ്. മൈൽഡ് സ്റ്റീലിനകത്തെ കാർബണിൻ്റെ പെർസെൻറ്റേജ് 0.05 to 0.2 ആണ്. ഇതിൻ്റെ പ്രത്യേകത കമ്പിയാക്കുന്നതിന് തകിടാക്കുന്നതിന് എളുപ്പമാണ്, കാഠിന്യവും ബലവുമുണ്ട്, കൃഷി ആയുധങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കും. വളരെ സാധാരണ കാണുന്ന ഇരുമ്പ് കൊണ്ട് നിർമ്മിക്കുന്ന വസ്തുക്കളെല്ലാം നിർമ്മിക്കാൻ മൈൽഡ് സ്റ്റീലാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ എപ്പോഴും ചീപ്പായിട്ട് കാണുന്ന സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് മൈൽഡ് സ്റ്റീലാണ്. അടുത്തത് മീഡിയം സ്റ്റീൽ. മീഡിയം സ്റ്റീൽ എന്ന് പറഞ്ഞാൽ അതിനകത്തെ കാർബണിൻ്റെ അളവ് 0.2 മുതൽ 0.6 വരെയാണ്. 0.2 to 0.6 ആണ്. കാഠിന്യം കൂടുതലാണ്. റെയിൽ പാളങ്ങൾ, ഹാൻഡ് റെയിലുകൾ, അതേപോലെ മേൽക്കൂരകൾക്ക് ആവശ്യമായ കഴുക്കോലുകൾ, ഇതൊക്കെ നിർമ്മിക്കാനാണ് ഈ മീഡിയം സ്റ്റീൽ ഉപയോഗിക്കുക. ഹൈ കാർബൺ സ്റ്റീൽ എന്ന് പറഞ്ഞാൽ അതിനകത്ത് കാർബണിൻ്റെ പെർസെൻറ്റേജ് കൂടുതലാണ്, 0.6 മുതൽ 1.5 വരെ. അത് ഏറ്റവും കാർബണിൻ്റെ അളവ് കൂടിയ ഒരു സ്റ്റീലാണ്. അവിടെ ഇലാസ്തികതയുള്ളതും കാഠിന്യം വളരെ കൂടിയതുമാണ്. ശസ്ത്രക്രിയ, നമ്മൾ ഈ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, സ്പ്രിങ്ങുകൾ, കത്തി, ഡ്രില്ലുകൾ, ഇതൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്റ്റീലാണ് ഹൈ കാർബൺ സ്റ്റീൽ എന്ന് പറയുന്നത്. അപ്പോൾ ഹൈ കാർബൺ സ്റ്റീൽ, മൈൽഡ് സ്റ്റീല്, മീഡിയം സ്റ്റീല്, ഹൈ കാർബൺ സ്റ്റീല്. എൻ്റെ പൊന്നുപിള്ളേരെ, നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു പോയിന്റ്, ഈ 3 സ്റ്റീലിലും കാർബണിൻ്റെ പെർസെൻറ്റേജ് പഠിക്കണം. ഈ 3 സ്റ്റീലിലും കാർബണിൻ്റെ പെർസെൻറ്റേജ് പഠിക്കണം. ഈ 3 സ്റ്റീലിൻ്റെയും ഉപയോഗവും പഠിക്കണം. ഇത് രണ്ടും PSCയുടെ ചോദ്യങ്ങളാണ്. ഇനി കുറച്ച് സ്റ്റീലുകളുടെ പേരുകൾ പഠിപ്പിക്കുകയാണ്. അതായത് സ്റ്റീൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തായാലും ഇരുമ്പും കാർബണും ഉണ്ട്. അതിനോടൊപ്പം നമ്മൾ 2 എലമെൻ്റ് കൂടെ ചേർക്കുകയാണ്, ക്രോമിയവും നിക്കലും. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയും. ഈ സ്റ്റെയിൻലെസ് സ്റ്റീല് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. നമ്മൾ ചില കടകളിലൊക്കെ പോയി പൈപ്പൊക്കെ വാങ്ങിക്കുമ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലാണെന്ന് പറയാറുണ്ട് അല്ലേ. ഈ ഹാൻഡ് റെയിലൊക്കെ ഉപയോഗിക്കുമ്പോൾ അവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ലോഹനാശനം ഉണ്ടാവില്ല. നമ്മൾ വീട്ടിനകത്തൊക്കെ ഉപയോഗിക്കുന്ന ഫർണിച്ചറുകളുണ്ടല്ലോ ഇരുമ്പിൻ്റെ, അത് സ്റ്റീൽ ആയിട്ടുള്ളതാണ്. അത് നല്ല ഗ്ലൈസിങ് ആയിരിക്കും, അത് ഈ തുരുമ്പിക്കാറില്ല. ഇതൊക്കെ ഇങ്ങനെ വീട്ടുപകരണങ്ങൾ, ബ്ലേഡുകൾ, കത്രികകൾ, ഇതൊന്നും തുരുമ്പിക്കാത്തതാണെങ്കിൽ അത് സ്റ്റെയിൻലെസ് സ്റ്റീലായിരിക്കും. സ്റ്റെയിൻലെസ് സ്റ്റീലിനകത്ത് ചേർത്തിരിക്കുന്ന എലമെൻറ്റുകളുടെ കോമ്പോസിഷനാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ്. അതായത് അയൺ, കാർബൺ, ക്രോമിയം, നിക്കൽ, അയൺ, കാർബൺ, ക്രോമിയം, നിക്കൽ, ഇത്രയും എലമെൻറ്റുകൾ ചേർത്തുണ്ടാക്കുന്ന സാധനമാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. അടുത്തത് മാംഗനീസ് സ്റ്റീൽ. അയണും കാർബണും എന്തായാലും ഉണ്ട് സ്റ്റീൽ ആയതുകൊണ്ട്. അതിനോടൊപ്പം മാംഗനീസ് ഉണ്ട്. മാംഗനീസ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും കാഠിന്യം, നമ്മളെ വിചാരങ്ങൾക്കാളും അപ്പുറം, നമ്മുടെ സ്വപ്നങ്ങൾക്ക് അപ്പുറം എന്ന് പറയുന്നത് പോലെ അത്രയും ഉയർന്ന ഹാർഡ്നെസ് ആയിരിക്കും. അതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയാമോ? ഈ പാറയൊക്കെ തുരക്കുന്ന ഡ്രില്ലുകളുണ്ടല്ലോ, ഡ്രില്ലുകൾ, സേഫുകൾ, പ്ലേറ്റുകൾ, റെയിൽവേ ട്രാക്കുകൾ, ഇതൊക്കെ നിർമ്മിക്കാനാണ് ഈ മാംഗനീസ് സ്റ്റീൽ ഉപയോഗിക്കുക. അപാരമായ കാഠിന്യം, അതാണ് മാംഗനീസ്. നമ്മൾ സാധാരണ സ്റ്റീൽ കൊണ്ടുപോയി ഡ്രില്ലർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പൊട്ടിപ്പോവും. അപ്പം മാംഗനീസ് സ്റ്റീൽ ഉപയോഗിച്ചിട്ടാണ് ഡ്രില്ലുകൾ നിർമ്മിക്കുന്നത്. അതിനകത്ത് സ്റ്റീലിനകത്ത് മാംഗനീസിനെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു സ്റ്റീലിൻ്റെ പേരാണ് സിലിക്കൺ സ്റ്റീൽ. സിലിക്കൺ സ്റ്റീലിൻ്റെ പ്രത്യേകത, സ്റ്റീലിനോടൊപ്പം അയണും കാർബണിനോടൊപ്പം സിലിക്കണും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത്രയും എലമെൻറ്റുകളുണ്ട്. ഇത് ഇലക്ട്രിക്കൽ സ്റ്റീൽ എന്ന പേരിലും അറിയപ്പെടും. അതായത് വൈദ്യുത നഷ്ടം കൂടാതെ നമുക്ക് മോട്ടറുകൾ, ജനറേറ്ററുകൾ, അതേപോലെ തന്നെ ട്രാൻസ്ഫോമറുകൾ, ഇവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്, ഒരു സ്റ്റീലാണ്. വൈദ്യുത നഷ്ടം കൂടാതെ വൈദ്യുതി പ്രേഷണം ചെയ്യാൻ കഴിയും. അതാണ് ഈ ഒരു സ്റ്റീലിൻ്റെ പ്രത്യേകത, സിലിക്കൺ സ്റ്റീൽ. കോമ്പോസിഷൻ എളുപ്പമാണ്. എല്ലാ സ്റ്റീലിലും അയണും കാർബണും ഉണ്ട്. എന്നാൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നിക്കലും ക്രോമിയവും അഡീഷണൽ ആയിട്ടുണ്ട്. മാംഗനീസ് സ്റ്റീലിനോടൊപ്പം മാംഗനീസ് ഉണ്ട്. സിലിക്കൺ സ്റ്റീലിനോടൊപ്പം സിലിക്കൺ ഉണ്ട്. ഇത്രയും കാര്യമാണ് ഓർത്ത് വയ്ക്കേണ്ടത്. പ്രിയമുള്ളവരെ, അപ്പോൾ അയൺ എന്ന് പറഞ്ഞ ടോപ്പിക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് കഴിയുകയാണ്. നമുക്ക് തന്നെ പഠിക്കുമ്പോൾ ഒരു ഒരു ആശങ്കയുണ്ട്, ഇത് തീർന്നോ, ഇനി എന്തെങ്കിലും പോയിന്റ് ബാക്കിയുണ്ടോ? ഇരുമ്പെന്ന് പറഞ്ഞ ടോപ്പിക്ക് ഇവിടെ തീർന്നിട്ടുണ്ട് കേട്ടോ. അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചെടുക്കണേ, ആ ഒരു മെറ്റലിനെ. ഇനി നമുക്ക് അലുമിനിയം പഠിക്കാനുണ്ട്. അതിനുമ്പോൾ ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ എന്തായാലും സിലബസ് പരിപൂർണമായിട്ട് പഠിച്ചാലേ നമുക്ക് PSC കിട്ടുള്ളൂ. അത് ശരി തന്നെയാണ്, അത് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് PSCയുടെ സിലബസ് മാത്രം കവർ ചെയ്താൽ മതിയോ? അത് പറ്റത്തില്ല. അതിനോടൊപ്പം നമ്മൾ PYQവും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും പഠിക്കണം.
അതിന് നമ്മൾ 1500 രൂപയ്ക്ക് ഒരു കോഴ്സ് ഉണ്ടായിരുന്നു. അത് നമ്മളിപ്പോൾ അതിൻ്റെ ഫീസ് നന്നായിട്ട് കുറച്ച് നമ്മളൊരു 399 രൂപയ്ക്ക് എല്ലാ ഉദ്യോഗാർത്ഥികളെയും നമ്മൾ ഈ ക്ലാസ്സിലേക്ക് കൊണ്ടുവരണം. പരീക്ഷ എഴുതാൻ പോകുന്ന എത്ര പേരുണ്ടോ അവർ അത്രയും പേരെയും ഈ ഒരു ക്ലാസ്സിലേക്ക് കൊണ്ടുവരണം എന്ന് പറയുന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇങ്ങനൊരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. ബെസ്റ്റ് ക്ലാസ്സാണ്. നിങ്ങൾ ക്ലാസ് കാണുമ്പോൾ ഞാൻ ആ ക്ലാസ് എടുക്കുന്നത് വേറെ ആരുമില്ല. PYQ മൊത്തം എക്സ്പ്ലെയിൻ ചെയ്യുന്നതും ക്രിസ്റ്റൽ ക്ലിയറായി അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റ് മാത്രം നിങ്ങൾക്ക് തരുന്നതൊക്കെ ഞാനാണ്. ഇപ്പോൾ ഏകദേശം 20ഓളം വീഡിയോ ക്ലാസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഓരോ ക്ലാസ്സും അരമണിക്കൂർ വീതമാണ്. ഇപ്പോൾ ഓരോ ദിവസങ്ങളിലും 2-3 ക്ലാസ് വെച്ചിട്ട് അപ്ലോഡ് ചെയ്യും. PDF നോട്ട്, ആ ടോപ്പിക്കിൻ്റെ നോട്ട് കിട്ടും, പിന്നെ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ കിട്ടും, അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് പറയും. അതോടൊപ്പം ഇനി ഏത് ചോദ്യം കൂടി പ്രതീക്ഷിക്കണം എന്നതും പറയും. പിന്നെ വളരെ ടഫസ്റ്റായിട്ട് PSC എന്ത് ചെയ്യും, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഒരു 5 ക്വസ്റ്റ്യൻ ഇട്ടേക്കും. ആ ക്വസ്റ്റ്യൻ ആ ടോപ്പിക്കിൽ നിന്ന്, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ടോപ്പിക്കിൽ നിന്ന് ഏത് വരും എന്നൊക്കെ ഈ ഒരു ക്ലാസ്സിനകത്ത് പറയും. 399 എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു ഫീസായിട്ട് നമുക്ക് കൂട്ടാനേ കഴിയില്ല. അത്രയും ചെറിയ ഫീസാണ്. ഇതിൻ്റെ എഫേർട്ട് എന്ന് പറയുന്നത്, പിന്നിലെ എഫേർട്ട് എന്ന് പറയുന്നത് 399 രൂപയ്ക്കുള്ള എഫേർട്ടല്ല, ഇതിൻ്റെ 100 ഇരട്ടിയുണ്ട്. അപ്പോൾ ഇത് ആദ്യത്തെ 100 കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിച്ചതാണ്. അത് മാറ്റിയിട്ടുണ്ട്. ആദ്യത്തെ 200 കുട്ടികൾക്ക് 399 രൂപയ്ക്ക് ഈ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യണം എന്ന താല്പര്യത്തോടു കൂടിയാണ് ഞാനിത് ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ടുള്ളവർ ഈ ഒരു നമ്പറിൽ വിളിച്ച് ചോദിച്ചിട്ട് ജോയിൻ ചെയ്താൽ മതി. നമ്മുടെ ഹെഡിങ്ങിനകത്ത് നമ്മൾ കണ്ടത് അയണും അലുമിനിയവും ആണ്. ഇപ്പോൾ തന്നെ നമ്മുടെ ക്ലാസ് നല്ല ലെങ്തി ആയി. ഇനി നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഉദ്യോഗാർത്ഥികൾ അത്രയും കാണൂല. അതുകൊണ്ട് അലുമിനിയം നമുക്ക് അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യാം. അലുമിനിയത്തിൻ്റെ ക്ലാസ് റെഡിയാണ്. പക്ഷേ നമുക്ക് അതും കൂടി അയണ് പോലെ പഠിക്കാനുണ്ട്. വേണ്ട, ഇന്ന് അയണ് മാത്രം പഠിച്ചാൽ മതി. അലുമിനിയം നമുക്ക് അടുത്ത ദിവസം പറയാം. അപ്പോൾ ഇന്ന് തൽക്കാലം പോവുകയാണ്. വേറൊരു കാര്യം ഓർമ്മിക്കുക, നിങ്ങളുടെ ഒരു കമൻറ്റ് രേഖപ്പെടുത്താതെ പോകരുത്. പല കുട്ടികളും കമൻറ്റ് രേഖപ്പെടുത്താതില്ല. പിന്നെ അതുപോലെ തന്നെ അറിയാലോ, സയൻസും മാത്സും ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടുകൊണ്ടിരുന്ന, ഉദ്യോഗാർത്ഥികൾ കണ്ടുകൊണ്ടിരുന്ന ചാനലാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇടാത്തത് കൊണ്ട് വ്യൂസ് എല്ലാം നല്ല കുറഞ്ഞു. നിങ്ങൾക്കിവിടെ ചെയ്യാൻ കഴിയുന്നൊരു കാര്യം, ഒരു കമൻറ്റ് ചെയ്യാം. 2, ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്, ഹൈപ്പ് കൊടുക്കാം. 3, നിങ്ങൾക്കിത് സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം. ഈ ക്ലാസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റാറ്റസ് വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.